പുലി വന്ന് പട്ടിയെ പിടിച്ചെന്നു. അങ്ങനെ പിന്നെ നമ്മുടെ നാട്ടുകാർ കൂടി പിന്നെ അതുപോലെ തന്നെ ഫോറസ്റ്റ് വിളിച്ച് പറഞ്ഞു. അവർ 12:30 ആയപ്പോൾ അവർ വന്ന് കണ്ടു. അവൻ്റെ ഇവിടെ നടുവ് സ്വീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന് ഫോട്ടോ എടുത്ത് അവർ പോയിട്ടുണ്ട്. സ്ഥലം മാത്രമേ ഉള്ളായിരുന്നു. ഇതിന് മേവശമേ ഉള്ളൂ. നടുവശം ഒരു ഭാഗങ്ങളുമില്ല. ഭയങ്കര ശല്യം പറഞ്ഞാൽ മനുഷ്യൻ തന്നെ അങ്ങനെ ജീവിക്കും ഇങ്ങനാണെങ്കിൽ. ഒരു ഡാവിനെ ഇഞ്ചപ്പാറ പിടിച്ച് പുലി. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ആലച്ചിലോ പിന്നെ പട്ടിക്കരയോ ഒരു ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടില്ല. മനുഷ്യനെ കൊന്നവൻ തോന്നും. പട്ടി ഇപ്പോൾ ഇങ്ങനെ പോട്ടെ, എന്നാലും മനുഷ്യൻ്റെ ജീവനും പട്ടി ജീവനും വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ. രണ്ടും ഒരുപോലെയല്ലേ ഉള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? തന്നെയല്ല, ഈ കലിഞ്ഞ പഞ്ചായത്തിൽ ഈ 4-ാം വാർഡ് മൊത്തം ഏരിയ മൊത്തം കാടാണ്. ഇവിടുത്തെ മെമ്പർക്കോ ആർക്കും യാതൊരു ഉത്തരവാദിത്തമല്ല ഈ ഏരിയയിലെ കാട് വൃത്തിയാക്കണമെന്ന്. കുറച്ച് പിന്നെ 5,000 1000 കിടക്കുന്നവർ വന്ന് തോട്ടങ്ങൾ വാങ്ങിച്ചിടും. പാറവാട പൊട്ടിക്കാനൊക്കെ ഉണ്ട്. അവർക്ക് കിടക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ പുലി പിന്നെ ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നും അവർക്ക് കുഴപ്പമില്ലല്ലോ. ഈ കാട് അവരെടുത്ത് കളയണം. പഞ്ചായത്ത് അധികാരികളോട് പിന്നെ പറഞ്ഞാലും അവർക്ക് അതിന് യാതൊരു ഉത്തരവാദിത്വമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കിടപ്പുകൾ. പക്ഷേ രാത്രി ഞാൻ പിന്നെ മുക്കിന് പോയി സിറ്റിയിൽ പോയി സാധനമെല്ലാം പച്ചക്കറിയും മീനൊക്കെ വാങ്ങിച്ചിട്ട് പേടിച്ചാണ് വരുന്നത്. കാരണം പറഞ്ഞാൽ ഇത് നമ്മൾ വിവരിക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ? നിലവിലിപ്പോൾ ഇവിടുന്ന് 3 പിടിച്ചുകൊണ്ട് പോയി. കാര്യം ചെറുതാണെന്നാലും ചാടി മനുഷ്യൻ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഡബിൾ ആരോഗ്യമുള്ള സാധനമാണ് പുലി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ജീവൻ പിന്നെ ഇറച്ചി ഇത് കഴിച്ചു കഴിഞ്ഞ ശേഷം മനുഷ്യനെ കറക്കി പിടിക്കുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും. പിന്നെ വനപാലകർ അതിനകത്ത് ഞാൻ ഉത്തരവെടുക്കാൻ അവർ ആക്ഷൻ എടുക്കത്തുമില്ല. ആൾക്കാർ വന്ന് പറഞ്ഞാൽ അവർ റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് ഫോട്ടോ എല്ലാം എടുത്ത് റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ കൊന്നാൽ ഒരു പട്ടക്കൊല്ലുമല്ലേ ഉള്ളൂ. കൊച്ചുപട്ടിയാണ്, പക്ഷേ അടിച്ചു വിടത്തില്ല. ഇന്നലെ വേണ്ടി ഞാൻ കൊണ്ടുവന്ന് എൻ്റെ ഫുഡും കൊണ്ട് കൊടുത്ത് പോയതാണ്. രാവിലെ ഞാൻ വാടിക്ക വെള്ളം കുഴിച്ച് വന്നപ്പോഴാണ് എൻ്റെ ഭാര്യ പറഞ്ഞു, എന്നാൽ തല മാത്രമേ ഉള്ളൂ ബാക്കിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പുലിയെ നമുക്ക് സംശയിക്കാം, അല്ലാതെ ഒരു ചേച്ചൊന്നും വരത്തില്ല ഇവിടെ. പിന്നെ കടവേ അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, പുലി തന്നെ, അല്ലാതെ ഒന്നുമല്ല. എൻ്റെ പേര് തുളസിധരൻ. നമ്മൾ ഫോറസ്റ്റുകാരെ വിളിച്ചായിരുന്നു. അപ്പോൾ രണ്ടാമത് വിളിച്ചപ്പോഴാണ് അവർ വന്നത്. എന്നിട്ട് അവർ പറഞ്ഞില്ല നമുക്ക് എന്തൊരു നടപടി ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനൊരു 2 മാസം മുമ്പേ വൈകിട്ട് 6 മണിക്ക് ലൈവായിട്ട് ഇവിടെ പാറക്കുളത്തിൽ നിന്ന് ഈ പുലി വെള്ളം കുടിച്ച് പോകുന്നത് ഞങ്ങളെല്ലാം കണ്ടതാണ്. ഒന്നെങ്കിൽ അവിടെ കൂട് വെക്കാൻ സുഖമായിട്ട്. പിന്നെ ഇപ്പം അറിയാം ഇപ്പം ഇവിടെ നമ്മൾ ഈ കൂടും കൂടെ വരാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പം നാളെ നമ്മളാരും രാത്രി മൂത്രമൊഴിക്കും നമ്മൾ ഈ മിലിറ്ററി നമ്മൾ എന്തോ ചെയ്യും? അതുകൊണ്ട് ഇവിടെ മൊത്തം പാറമടയ്ക്ക് വേണ്ടി ഇഷ്ടംപോലെ വസ്തു വാങ്ങിച്ചിട്ടേക്കുക. ഒന്നെങ്കിൽ അതൊന്ന് എല്ലാം കൂടെ കാട് തെളിച്ചെടുക്കുക. പിന്നെ ഇപ്പം ആ പാറക്കുളത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. കാരണം ഇപ്പം ഇത്രയും ലൊക്കാലിറ്റിക്കകത്ത് വെള്ളം കിട്ടുന്നത് അവിടെ മാത്രമേ ഉള്ളൂ. ആ പാറക്കുളത്തെ ഉണ്ട്, അത് വറ്റത്തില്ല. ഇപ്പം അവിടെ ഒരു കൂട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പുലിയെ കിട്ടും. പിന്നെ ഈ നമ്മൾ പറയുന്നതല്ലാതെ ഈ ഒരു മാർഗവും ഇല്ല. കാരണം ഇനിയിപ്പം നാളെ ഇപ്പോൾ ഒരു മനുഷ്യനെ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ഇനിയിപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട് ഒരു പട്ടി. ഇനി മിക്കവാറും നാളെ ഇപ്പം വന്ന് അതിനെയും പിടിക്കും. നമുക്കൊരു ഇത് വേണം. കാരണം ഇപ്പം നമ്മളിപ്പോൾ ആദ്യം നമ്മൾ പറയുമ്പോൾ കുറേ ഹെലിക്കാമം പറത്തി എല്ലാം പറത്തി അവരുടെ കാര്യം കഴിഞ്ഞങ്ങ് പോകും. ഇപ്പം ഇവിടെ ആദ്യം പുലിയെ പിടിച്ച ഈ സ്ഥലത്ത് ഈ പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തിട്ട് അവിടുത്തെ വസ്തു എല്ലാം കാടെടുപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1-2 പുലിയെ പിടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കാടടിപ്പുമില്ല, ഒന്നുമില്ല. ഇവിടെ തന്നെയാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പുതിയ പാറമടയ്ക്ക് വേണ്ടി ഈ പരാസംമറ ഇത് പൊട്ടിക്കുന്ന എല്ലാം ആയി കിടക്കുക. അപ്പം നമ്മൾ സാധാരണ വ്യക്തിയെ പോയാൽ ഇപ്പം നമുക്ക് ഈ പാറമട കയറാൻ പറ്റത്തില്ല. അത് മൊത്തം വേലി കെട്ടി തിരിച്ചേക്കുക. അതിനകത്ത് നല്ല കാടാണ്. ഒന്നെങ്കിൽ നമ്മൾ ഈ പാറയോട് ചേർന്ന വസ്തുവിനകത്തെല്ലാം കാട് എല്ലാം തെളിയിക്കുക. ഇപ്പം നമ്മൾ ഈ പറയുന്നതല്ലാതെ ഇതിനകത്ത് ഒരു നടപടി എടുക്കുന്നില്ല. ഇപ്പം പഞ്ചായത്തായ എന്തോ ആയാലും ഒരു നടപടി എടുക്കുന്നില്ല. അവിടെ ഇപ്പം നമ്മളിപ്പോൾ രാത്രി അത്യാവശ്യമായിട്ട് നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസായി ഇപ്പം നമ്മൾ ബൈക്കിന് പോകും. അപ്പോൾ സാഹചര്യം വന്നു നമ്മൾ എന്താ വിശ്വസിച്ച് ഇവിടെ നമ്മൾ പോകും താഴെ വരെ. നമ്മളെന്തോ ചെയ്യും? ഇപ്പം കാറില്ല, ബൈക്ക് ഓട്ടോ വന്നെങ്കിൽ നമ്മൾ ബൈക്കിന് പോകും. നമ്മളെന്താ വിശ്വസിച്ച് പോയി ഇവിടുന്ന്? കാരണം ഇപ്പം നമുക്ക് അനുഭവത്തിൽ വന്നപ്പോൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നലെ ആ സമയത്ത് ഇന്നലെ ഞാൻ ഒരു 1:30 അപ്പോൾ ഞാൻ മൂത്രമൊഴിച്ച് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ ഒരു പാമ്പിടിച്ചാൽ ഇപ്പോൾ ഒരു പടക്കം വെച്ചോ അല്ലെങ്കിൽ ഒരു കുരുക്ക് വെച്ചോ ആണെങ്കിൽ ഒരു പന്നിയെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഇടിയിച്ച് അവൻ്റെ പരിപ്പിളയിക്കും. അല്ലെങ്കിൽ ഇപ്പം അത് കഴിഞ്ഞിപ്പോൾ ഈ പുലി ഇപ്പോൾ മനുഷ്യനെ പിടിച്ചെന്ന് വിചാരിക്കുക. എന്നാലും മനുഷ്യജീവന് വരെയില്ല. ഉണ്ടോ? ഇവിടെ അടുത്താണ് കുളത്ത് മണ്ണിൽ ഇഷ്ടം പോലെ വാഴയാണ് ഈ ആന മറിക്കുന്നത്. ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പം ആരും ഒന്നും പറയുന്നില്ല. ഇപ്പം ഒന്നെങ്കിൽ ഇപ്പം കർഷകൻ എന്ന് പറഞ്ഞാൽ അവന് വേറെ ജീവിതമാർഗം കാണത്തില്ല. അവിടുന്ന് വട്ടിപ്പളിശയ്ക്ക് എടുത്തുണ്ടാക്കുന്ന ഈ മുള്ളം പന്നിയും കാട്ടാനയും എല്ലാം വന്ന് മറിക്കുന്നത്. ഇപ്പം നിസാദാണിപ്പോൾ ഒരു പട്ടിയെ കൊല്ലുക.
പട്ടിയെ കൊന്ന കേസ്, മുള്ളമ്പന്നിയെ കൊന്ന കേസ്, ആനയെ കൊന്ന കേസ്, പിന്നെ എല്ലാത്തിനെയും കൊന്ന കേസ്. അപ്പം എന്താ മനുഷ്യജീവന് വിലയില്ല.